ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുന്നത് എങ്ങനെയാണ്? പ്രണയം അനുഭവപ്പെടുന്നതിന് കാരണമായി ഒരു പൊതു മാനദണ്ഡമുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഒരാളോട് മാത്രം നിർവചിക്കാനാവാത്ത അടുപ്പം തോന്നുന്നു. എത്ര സംസാരിച്ചാലും പിന്നെയും കഥകൾ ബാക്കിയുള്ളതുപോലെ അവർക്കൊപ്പം മാത്രം മൗനവും ആസ്വദിക്കാൻ കഴിയുന്നു. അത്രയേറെ സുന്ദരമായിരുന്നിട്ടും കയ്യിലൊതുങ്ങാത്ത ഏതോ ഒരു വികാരം അവർ ഒപ്പമുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു. യോജിപ്പുകളും വിയോജിപ്പുകളുമെല്ലാം ഒരുപോലെ സുന്ദരം. അവർക്കൊപ്പമായിരിക്കണേ ഇനിയുള്ള ജീവിതമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നു. ഇതല്ലേ പ്രണയം, അല്ലേ? യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകളൊക്കെയല്ലേ പ്രണയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളിൽ മനസ്സുടക്കി ആ വ്യക്തിയുമായുള്ള ബന്ധം എന്താണെന്ന് സംശയിച്ച് നിൽക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇതുവരെയുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളിൽ കണ്ടെത്താത്ത അടുപ്പവും സാമ്യതകളും ആ വ്യക്തിയിൽ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. ഏതെങ്കിലും പൊതുവായ താല്പര്യത്തെക്കുറിച്ചുള്ള കൊച്ചു വർത്തമാനത്തിൽ നിന്ന് തുടങ്ങി പ്രണയത്തിലെത്തുന്ന ബന്ധങ്ങൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പങ്കാളിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ തന്നെ വകഭേദങ്ങളെയാണെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. സമാന വ്യക്തിത്വമുള്ളവരെ ഇഷ്ടപ്പെടുന്ന പ്രതിഭാസത്തെ സമാന ആകർഷണഭാവം അഥവാ സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സ്വഭാവത്തിൽ സമാനതയുള്ളതുകൊണ്ട് മാത്രം ഒരു ബന്ധം മുന്നോട്ടു പോകുമോ എന്നും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ പ്രണയിക്കുന്ന ദിവസങ്ങളിൽ ആളുകളിൽ പ്രണയമുണ്ടാക്കുന്ന കാമം, ആകർഷണം, അടുപ്പം എന്നീ വികാരങ്ങളെക്കുറിച്ചും അവയ്ക്ക് കാരണക്കാരായ ഹോർമോണുകളെക്കുറിച്ചും നേരത്തെ തന്നെ ശാസ്ത്രം കണ്ടെത്തിയതാണ്. ശരീരത്തിലെ ലൈംഗിക ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രത്യുൽപാദനത്തിനുള്ള പ്രകൃതിദത്ത മാർഗങ്ങളാണ്. ആകർഷണം ഉണർത്തുന്ന ഹോർമോണുകൾ ഡോപ്പാമൈനും ന്യൂറോപൈൻഫ്രൈനും സെറാട്ടോണിനുമാണ്. പക്ഷേ അവിടെയും തീരുന്നില്ല പ്രണയരസതന്ത്രത്തിൻ്റെ സൂത്രവാക്യം. അടുപ്പത്തിന് ഓക്സിറ്റോസിനും വാസോപ്രസിനും ശരീരത്തിലെ അന്തർഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇത്രയധികം ഹോർമോണുകൾ പ്രവർത്തിച്ചാലാണ് ഒരാളിൽ പ്രണയം ഉടലെടുക്കുന്നത്. ഇതെല്ലാം പ്രണയമുണ്ടാകാനുള്ള കാരണങ്ങളാണ്. എന്നാൽ ഒരാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇത് വ്യക്തികളെ പരസ്പരം പ്രണയത്തിലേക്ക് ആകർഷിക്കുന്നതിനെക്കുറിച്ച് ബോസ്റ്റൺ സർവകലാശാല നടത്തിയ പഠനത്തിൽ സമസ്വഭാവമുള്ളവരെ പങ്കാളികളായി തിരഞ്ഞെടുക്കുന്ന പ്രവണതയെക്കുറിച്ചാണ് കണ്ടെത്തൽ നടത്തിയത്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഒരു വ്യക്തിയോടുള്ള ആകർഷണത്തിന് പല കാരണങ്ങളുണ്ട്. കാഴ്ചയ്ക്കപ്പുറം വ്യക്തികളുമായി ചിലവഴിക്കുന്ന നിമിഷങ്ങളും അവരുടെ സ്വഭാവങ്ങളും ശീലങ്ങളും പ്രണയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ എല്ലാ വ്യക്തികളുടെയും സ്വഭാവങ്ങളും ശീലങ്ങളും എല്ലാവരെയും മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നില്ല. എന്നാൽ സമാന ചിന്തകളും ആശയങ്ങളും പങ്കിടുന്നിടത്താണ് ആളുകളിൽ പ്രണയമുണ്ടാകുന്നത് എന്നാണ് പുതിയ കണ്ടുപിടുത്തം പറയുന്നത്. എതിർ സ്വഭാവമുള്ളവരാണ് പരസ്പരം ആകൃഷ്ടരാകുക എന്ന ചിന്തയായിരുന്നു മുൻപ്. എന്നാൽ ഏറെ കാലമായി നിലനിന്നിരുന്ന ഈ ധാരണ പൊളിച്ചത് BU ക്യൂസ്ട്രോം സ്കൂൾ ഓഫ് ബിസിനസ്സിലെ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായ ചാൾസ് ചു ആണ്. ഒരാളുടെ പ്രവൃത്തികളും രീതികളും എങ്ങനെ മറ്റൊരാളെ അയാളിലേക്ക് അടുപ്പിക്കുന്നു, അകറ്റുന്നു എന്നതിലാണ് ചു പഠനം നടത്തിയത്. ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഭിന്നാഭിപ്രായമുള്ളവരുമായി അതിർവരമ്പിടാൻ കൂടി ഇത്തരം ചിന്തകൾ വഴിയൊരുക്കും. വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്തുന്നവരെ അകറ്റുകയും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ സമാന ആശയം പങ്കുവയ്ക്കുന്നവരുമായി അടുക്കുകയും ചെയ്യുന്നത് എടുത്തുചാട്ടമാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും സങ്കീർണമായ മനുഷ്യരാണെങ്കിലും സ്വന്തം കാഴ്ചപ്പാടിനെയും ആശയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. അതേസമയം മറ്റു വ്യക്തികൾ പല അർത്ഥത്തിലും നമുക്ക് നിഗൂഢരുമായിരിക്കും. മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റുള്ളവരുടെ സ്വഭാവത്തിന് നമ്മുടെ തന്നെ ആശയം കൊണ്ട് രൂപമുണ്ടാക്കുകയാണ് പലരും ചെയ്യുന്നത്. വ്യക്തികളെക്കുറിച്ചുള്ള ഇത്തരം മുൻവിധികൾ ഒഴിവാക്കുന്നത് പ്രണയത്തിലും സൗഹൃദത്തിലും മാത്രമല്ല സഹായകമാകുന്നത്, ഇത് നമ്മുടെ ജീവിതത്തിലും ഏതൊരു സന്ദർഭത്തിലും ഉപകരിക്കും. അതുകൊണ്ട് പ്രണയിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം പ്രണയിക്കാൻ.